ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനകത്ത് വെച്ചിട്ട് ഇത്രയും നമ്മൾ ജീവിച്ച ആ ഒരു ജീവിതത്തിനകത്ത് വെച്ചിട്ട് നമുക്കെല്ലാവർക്കും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സന്തോഷം കാണും അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഓർക്കാനായാലും അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പം നമുക്ക് മനസ്സൊന്ന് ഹാപ്പി ആകാനായാലും അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ കാണത്തില്ല എങ്കിലും ചിലവർക്കൊക്കെ കാണും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഒരാളൊരു ഗിഫ്റ്റ് തന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കിട്ടിയതാവാം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കടന്നു പോയതാകാം. എന്തായാലും ഒരുപാട് സന്തോഷങ്ങളൊക്കെ കാണും പലർക്കും. പക്ഷെ അതിലൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു അമ്മയാകുക, അച്ഛനാവുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അതൊന്നുമല്ല. അതിപ്പം സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കും, മക്കളുണ്ടാവും, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കും. അതൊന്നുമല്ലാത്ത ഒരു സന്തോഷം നമുക്ക് എടുത്ത് മാറ്റി വെച്ച് പറയത്തക്കതായ ഒരു സന്തോഷം നിങ്ങളുടെ ആരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ചേട്ടൻ പറഞ്ഞ ഫിൽറ്റർ ഇടാതെ പിന്നെ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഫിൽറ്ററൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ ഫിൽറ്ററൊന്നുമില്ല. ഒരു ഫിൽറ്റർ ഇടാതെ ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പം ഫിൽറ്ററൊന്നും ഇല്ല, ഇത് കേട്ടോ, ഫിൽറ്ററേ ഇല്ല, സംസാരിക്കുകയാണ്. അപ്പോൾ ഫിൽറ്ററൊക്കെ ഇടുന്നത് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് കാണണമെന്നൊക്കെ തോന്നുമല്ലോ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഫിൽറ്ററൊക്കെ ഇടുന്നത്. ഫിൽറ്ററൊന്നും ഇല്ലെങ്കിലും ഞാനിതാണ് കേട്ടോ, ഇതാണ്. പിന്നെ ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരിയുടെ പ്രകാശം മുഖത്തൊക്കെ കാണും, കുറച്ചുകൂടെ കറുത്തിട്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ കാരണമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സന്തോഷം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മറക്കാൻ തക്കതായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഉള്ള സത്യം പറയാലോ. മക്കൾ, കല്യാണം, അതൊക്കെ വേറെ. അല്ലാണ്ട് എനിക്കൊരു ഓർമ്മയിൽ സൂക്ഷിച്ച് വയ്ക്കത്തക്കതായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, അതൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി. പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കാൻ സമയമായിരുന്നു, മരുന്ന് കൊടുക്കണം ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഒരു സങ്കടകരമായ കാര്യം പറയാൻ. നമ്മുടെ അർജുൻ്റെ വേണ്ടല്ലേ, സങ്കടപ്പെടുന്ന വാക്കുകളൊക്കെ എന്തിനാ വെറുതെ. നമ്മുടെ അനിയൻകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്കങ്ങ് ആശ്വസിക്കാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോഴും എവിടെയോ കാണാൻ മറയത്തുണ്ടോ എന്നുള്ളൊരു വിശ്വാസം, അതങ്ങനെ തന്നെ അങ്ങിരിക്കട്ടെ. എനിക്കത് മാറ്റാൻ ഒട്ടും ആഗ്രഹമില്ല. അത് ചിലവരെയൊക്കെ നമുക്ക് കാണണമെന്നോ അവരുടെ ബന്ധുക്കളാവണമെന്നോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാവണമെന്നോ അവരുടെ അടുത്തിരിക്കണമെന്നോ ഒന്നുമില്ല. ചിലവരെ നമ്മുടെ ഈ ഭൂമിക്കകത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ചില ആൾക്കാരെ നമുക്കറിയാണ്ട് നമുക്ക് അവരോടൊരു സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നത്തില്ലേ? അങ്ങനെ ഒരു കൂടപ്പിറപ്പാണ് എൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെ, കേരളീയരുടെ ആയാലും ഇപ്പം പുറത്തുള്ള ആൾക്കാരായാലും എല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം പുണ്യം ചെയ്തൊരു പയ്യനാണ്. ഇത്രയും ആൾക്കാർ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു സിനിമാ നടനോ അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അഭിനയത്തിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയിട്ടാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു കുട്ടി
അങ്ങനൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല, ഒരറിവുമില്ല. എന്നിട്ടും ഓർക്കുമ്പം പലരുടെയും കണ്ണൊന്നും നിറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി പുണ്യം ചെയ്ത കുട്ടി തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നീ എത്ര ജന്മം അത് ജനിച്ചു എന്ന് പറഞ്ഞാലും ശരി, ഈ ഒരു ജന്മം ഇത്രയും ആൾക്കാരെ എന്നെ നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ അതൊരു മുജന്മ സുഹൃതമെന്നോ അച്ഛൻ്റെ അമ്മയുടെയും നല്ല പ്രവൃത്തിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമോ നല്ല പ്രവൃത്തിയോ അങ്ങനെ എന്തും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നൊരു കുട്ടി. അതങ്ങനെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഫുഡൊക്കെ കഴിക്കുക. ഓക്കെ, ബൈ, സീ യു.